കെ മുരളീധരന്റെ മണ്ഡലം മാറ്റത്തിൽ UDF-ൽ അതൃപ്തി. മുസ്ലിം ലീഗും RMPയും കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. വടകരയിൽ മുരളീധരൻ വേണമെന്നാണ് ഇരു പാർട്ടികളുടെയും ആവശ്യം. എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വടകരയിൽ നിന്ന് പിന്മാറുമെന്ന വാർത്തകൾക്കിടെ മുരളീധരൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. AK അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി നേരത്തെ വടകരയിൽ മത്സരിക്കും എന്ന തോന്നൽ ഉള്ള ഘട്ടത്തിലാണ് ഒരുപക്ഷെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ അതിനിടയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. മുരളീധരൻ തൃശ്ശൂരിലാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. എങ്ങനെയാണ് കൂടിക്കാഴ്ച? എന്താണ് കൂടിക്കാഴ്ചയുടെ ആവശ്യം? തീർച്ചയായിട്ടും വടകരയിൽ മുസ്ലിം സമുദായത്തിന് വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ കെ മുരളീധരൻ ആർജിക്കാനും കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നിശ്ചയിക്കുകയൊക്കെ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായി അറിയാം, മുസ്ലിം സമുദായത്തിന് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ തരത്തിൽ അവിടെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വടകരയിലേക്ക് വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയാണ് മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകത്തിലും അതോടൊപ്പം തന്നെ RMPക്കും ഉള്ളത്. RMP പ്രധാനമായും പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രചാരണ രംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് ശരിയായ സന്ദേശമല്ല നൽകുന്നതെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് കെ കരുണാകരന്റെ കുടുംബത്തിന് തൃശ്ശൂരിൽ വിജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരൻ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവർ പ്രധാനമായും ഉന്നയിക്കുന്നു. വടകരയിൽ കരുത്തുറ്റ LDF സ്ഥാനാർത്ഥി വരുമ്പോൾ അതിനെതിരെ ശക്തനായി മത്സരിക്കേണ്ട കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് തെറ്റായ സന്ദേശവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ അതിർത്തി UDF നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തെയും അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെയും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മുസ്ലിം ലീഗ് 3ാം സീറ്റിന്റെ ആവശ്യങ്ങൾ പ്രധാനമായി ഉന്നയിച്ചത് വടകരയും അതോടൊപ്പം തന്നെ വയനാട് മണ്ഡലവുമായിരുന്നു. കെ മുരളീധരനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ തരത്തിൽ സ്വീകാര്യതയുള്ള നേതാക്കൾ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് വിട്ടുവീഴ്ച ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണ്, അതിനെ അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും പ്രാദേശിക ഘടകങ്ങളിൽ വലിയ തരത്തിലുള്ള എതിർപ്പ് ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് UDF-ന്റെ വിജയ സാധ്യതയെ വടകരയിൽ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് പ്രധാനമായി പറയുന്നത്. മറ്റൊന്ന് RMPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. RMPയുടെ നിലനിൽപ്പിനെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു കാര്യം കൂടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ LDF-നെ പ്രത്യേകിച്ച് RMPയെയാണ്, അവരുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുക. നികേഷ്.